മരണകാരണം ഷോക്കേറ്റതിനെ തുടർന്നെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അനന്തുവിന്റെ വയറിൽ ഷോക്കേറ്റ് പൊള്ളിയ പാടുകളുണ്ട്. കമ്പി നേരിട്ട് വയറിൽ തട്ടിയതുകൊണ്ട് ആഘാതം കൂടിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. വയറിൽ 3 പാടുകളുണ്ടെന്നും അതിൽ ഒരെണ്ണം ആഴത്തിലുള്ളതാണെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സി അൽവിക്കാണ് അന്വേഷണ ചുമതല. കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. അറസ്റ്റിലായ മുഖ്യപ്രതി വിനീഷ് കാട്ടുപന്നിയുടെ ഇറച്ചിക്ക് വേണ്ടിയാണ് കെണിയൊരുക്കിയതെന്ന് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇയാളുടെ സഹായിയായ കുഞ്ഞു മുഹമ്മദ് പോലീസ് കസ്റ്റഡിയിലാണ്. പ്രതികളായ ഇരുവരും സ്ഥിരം കുറ്റവാളികളാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രതി വിനീഷിനെതിരെ നേരത്തെയും കേസുകളുണ്ട്. സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് നിലവിൽ വഴിക്കടവ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. BNS 105 വകുപ്പ് പ്രകാരമാണ് കേസ്. വൈദ്യുതി വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് സാധ്യത. നിലമ്പൂർ വഴിക്കടവ് വെള്ളക്കട്ടയിൽ അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തു മരിച്ചത്. ശനിയാഴ്ച രാത്രിയാണ് നാടിനെ നടുക്കിയ സംഭവം. ബന്ധുക്കളായ 5 വിദ്യാർത്ഥികൾ ഒരുമിച്ച് മീൻ പിടിക്കാൻ പോയ സമയത്താണ് അപകടമുണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന ഷാനു, ജിത്തു എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റു. പരിക്കേറ്റ ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. സീ മലയാളം ന്യൂസ്, മലപ്പുറം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.